അപ്പർ മൂൺ ടു ഡോമ വേഴ്സസ് ലോർഡ് ഇനോസ്കെ ആൻഡ് കാനോവ്. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനോസ്കയുടെ ഫ്ലാഷ് ബാക്കും ഇനോസ്കെ, കാനോവ് ആൻഡ് അപ്പർ മൂൺ ടുവിന്റെ ഫൈറ്റിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്നും ആരാണ് തോൽക്കാൻ പോകുന്നതും എന്നാണ്. നമ്മൾ മൂവിയിൽ കണ്ടത് ഡോമ ഷിനോബിനെ കൊന്ന് അവളെ അബ്സോർബ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാനോ ആൻഡ് ഡോമ ഫൈറ്റ് ചെയ്യാനും തുടങ്ങി. ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് ഡോമ അക്കാസ മരിച്ചത് കേട്ട് കരയുന്നതാണ്. അത് കണ്ട് കാനോ നിന്റെ കള്ളക്കണ്ണീരൊന്ന് നിർത്ത് എന്ന് പറയും. കാരണം കാനോവിന് മനസ്സിലാവും ഡോമയ്ക്ക് ഒരു തരം ഫീലിങ്സും ഇല്ല എന്ന്. മാത്രമല്ല അവൾ പറയും, ഡോമ നീ ശരിക്കും ഒരു സ്മാർട്ട് ഗായ് ആണ്. നിനക്ക് ഹാപ്പിനെസ്, സാഡ്നെസ് എന്ന പോലത്തെ ഫീലിങ്സ് എന്താണെന്ന് ശരിക്കും അറിയത്ത് പോലും ഇല്ല. പക്ഷെ നീ എല്ലാം അത് നന്നായി അഭിനയിക്കുന്നുണ്ട്. നീ ശരിക്കും ഒരു എംപ്റ്റി ഷെൽ മാത്രമാണ്. നീ ശരിക്കും എന്തിനാ ജനിച്ചത്? അത് കേട്ടത് ഡോമ കുറച്ച് സീരിയസ് ആവും. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരു ബുള്ളിനെ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇത്രയും ക്രൂവലായിട്ട് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്ന് ഡോമ ചോദിക്കും. എന്നിട്ട് ആ ഇൻസിഡന്റിൽ തന്നെ ഡോമ കാനോവിന്റെ കഴുത്തിൽ സ്ലാഷ് ചെയ്യും. പക്ഷെ കാനോ അത് ഡാമേജ് ചെയ്യുക മാത്രമല്ല, ഡോമയുടെ വയറിലൊരു ഡീപ് സ്ലാഷും ചെയ്യും. ഡോമ വീണ്ടും അറ്റാക്ക് ചെയ്യും. ബട്ട് കാനോ അതെല്ലാം ഡോജ് ചെയ്യും. കാനോവിനൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവൾ ശരിക്കും പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും. അവൾ ഓർക്കും ഈ ഡീമനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്ത ഡീമൻസ് ഒക്കെ പിള്ളേരായിരുന്നു എന്ന്. പക്ഷെ അവൾ ശരിക്കും ആംഗ്രി ആയിരുന്നു. സോ അവളുടെ എൻ്റയർ സ്ട്രെങ്ത് എടുത്തിട്ട് അവൾ അറ്റാക്ക് ചെയ്യും. ബ്രെത്ത് ഓഫ് ഫ്ലവർ, ഫിഫ്ത്ത് ഫോം, ഫ്യൂണി ഓഫ് ഫ്യൂട്ടിലിറ്റി. ഡോമ ബ്ലഡ് ഡീമൻ ടെക്നിക്കായ സ്നോഫോളിനെ വിൽട്ടഡ് ഗാർഡൻ യൂസ് ചെയ്ത് കുറേ ഐസ് ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ബട്ട് കാനോ സെക്കൻഡ് ഫോമായ പ്ലം സ്പിരിറ്റ് യൂസ് ചെയ്ത് അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പോഴാണ് ഡോമയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, കാനോ ശരിക്കും അത്ര സ്ട്രോങ് അല്ല, ബട്ട് അവളുടെ വിഷ്വൽ അനാലിസിസ് ശരിക്കും ടോപ്പ് ടയർ ആണ്. അവൾ എൻ്റെ എല്ലാ മൂവ്സും നന്നായി പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ അവളുടെ ഐസിനെ അവൻ അറ്റാക്ക് ചെയ്യും. ബട്ട് ഓഫ് കോഴ്സ് കാനോ അത് ഡോജ് ചെയ്യും. ഒപ്പം സിക്സ് ഫോമായ സ്വിർലിംഗ് പീച്ച് ചെയ്തിട്ട് അവൾ അറ്റാക്കും ചെയ്യും. ഇത് കണ്ട് ഡോമ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ആൻഡ് ഹി റെസ്പോൺസ് വിത്ത് ബ്ലഡ് ഡീമൻ ടെക്നിക് വൈൻ ലോട്ടസ്. ആയിരക്കണക്കിന് ഐസ് ലോട്ടസുകൾ കാനോവിനെ അറ്റാക്ക് ചെയ്യും. കാനോ എങ്ങനെയൊക്കെയോ അത് ഇവൈഡ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അടുത്ത അറ്റാക്ക് വരും. കാനോ എങ്ങനെയൊക്കെയോ അതും ഇവൈഡ് ചെയ്യുമ്പോഴേക്കും അടുത്ത അറ്റാക്കായ വിന്റർ ഐസിക്കിൾസ് കാനോവിൻ്റെ ടോപ്പിൽ നിന്ന് വരും. അവൾ അതും ഡോജ് ചെയ്യും. കാനോ ഡോജ് ചെയ്ത് ദൂരത്തേക്ക് പോകണ കണ്ടപ്പോൾ ഡോമ പറയും, നിനക്കെന്നെ കൊല്ലണമെങ്കിൽ ശരിക്കും എൻ്റെ അടുത്ത് വരണം, അല്ലാതെ ഈ ദൂരത്ത് നിന്നിട്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പറയുന്നത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ഡോമ അപ്പോഴേക്കും വാനിഷ് ആവും. ഡോമ തിരിച്ച് അപ്പിയർ ആകുമ്പോൾ അവൻ്റെ കയ്യിൽ കാനോവിൻ്റെ സോഡ് ഉണ്ടാവും. തൻ്റെ സോഡ് തൻ്റെ കയ്യിലില്ലാന്ന് മനസ്സിലാവുമ്പോൾ കാനോ ശരിക്കും ഞെട്ടിപ്പോകും. അത് കണ്ടിട്ട് സോഡൊക്കെ മുറുക്കെ പിടിക്കണ്ടേ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് എടുത്തു എന്ന് ഡോമ കളിയാക്കി പറയും. എന്നിട്ട് ഡോമ ബ്ലഡ് ഡീമൻ ടെക്നിക് സ്കാറ്റർഡ് ലോട്ടസ് യൂസ് ചെയ്യും. കാനോ എത്ര ശ്രമിച്ചിട്ടും ഈ അറ്റാക്ക് അവർക്ക് ഡൗൺ ചെയ്യാനേ പറ്റുന്നില്ലായിരിക്കും. ഷീ ഈസ് ഗോയിങ് ടു ഡൈ. അപ്പോൾ അവിടെ പെട്ടെന്നൊരു ഒച്ച കേൾക്കുന്നത്, ബ്രെത്ത് ഓഫ് ദ ബീസ്റ്റ്, ഫിഫ്ത്ത് ഫാങ്, മാഡ് ക്ലീവ്. യെസ്, ഇറ്റ്സ് ലോർഡ് ഇനോസ്കെ. എല്ലാ ഐസ് പെറ്റൽസും ഡിസ്ട്രോയ് ആവും. ഇനോസ്കെ അപ്പർമോണിനെ സൂം ചെയ്തിട്ട് പറയും, നീ അപ്പർമോൺ 2 അല്ലേ, നിന്നെ കൊന്ന് ഞാൻ ആഷിറയാവും. ആഷിറായി എന്നെ എല്ലാവരും ബിഗ് ആഷിറ നോക്കും, അല്ല ബീസ്റ്റ് ആഷിറ നോക്കും. ഇനോസ്കെ ഒരു ആഷിറായാൽ ഏത് നെയ്മായിരിക്കും അവന് പറ്റാറ്? എനിക്ക് പേഴ്സണലി ബീസ്റ്റ് ആഷിറയാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഡെഫിനറ്റ്ലി കമന്റിൽ ഷെയർ ചെയ്യുക. ഇനോസ്കെ ഷിനോബിനെ കണ്ടിട്ട് അവളോട് പറയും, നിനക്ക് ഒരുപാട് അടിപറ്റിയിട്ടുണ്ടല്ലോ, ഇത് ഷിനോബ് കണ്ട ഷിനോബ് നിന്നെ കൊല്ലും. ഇത് കേട്ടത് നമ്മുടെ കാനോവിൻ്റെ കണ്ണ് നിറയും. അത് കണ്ടപ്പോൾ ഇനോസ്കെ ചോദിക്കും, ഷിനോബ് മരിച്ചോ? ഇത് കേട്ടിരുന്ന ഡോമയാണെങ്കിൽ പറയും, ഏയ് അവൾ മരിച്ചിട്ടില്ല, അവൾ എൻ്റെ ഉള്ളിലുണ്ട്. ഫോർ ഇറ്റേണിറ്റി അവൾ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ടുണ്ടാവും. ഞാൻ കഴിക്കുന്ന എല്ലാവരും അങ്ങനെയാണ്, അവർക്ക് ആർക്കും സങ്കടമോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന് ഞാൻ നിന്നെ ഇഞ്ചായി കൊല്ലുമെന്ന് പറഞ്ഞ് ഇനോസ്കെ ഡോമയെ അറ്റാക്ക് ചെയ്യും. ഡോമ സ്പ്രെഡ് ചെയ്യുന്ന എയർ ഇൻഹെയിൽ ചെയ്യില്ലേ എന്ന് കാനോ അലറും. പക്ഷെ നമ്മുടെ ഇനോസ്കേനെ അറിയാലോ, അവൻ ഇതൊന്നും മൈൻഡ് അത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനോസ്കയുടെ അറ്റാക്ക് കണ്ട ഡോമ, നിന്റെ അറ്റാക്കൊക്കെ ഭയങ്കര വേർഡാണ്, അതുപോലെ തന്നെ നിന്റെ സോഡെല്ലാം ചിപ്ഡും ആണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. എന്നിട്ട് ഇനോസ്കയുടെ കഴുത്തിനൊരു സ്ലാഷ് ചെയ്യും. ബട്ട് ഇനോസ്കെ ആണെങ്കിൽ അവൻ്റെ ഫ്ലെക്സിബിലിറ്റി യൂസ് ചെയ്ത് അത് ഈസിയായി ഡോജ് ചെയ്ത് നേരെ കാനോവിൻ്റെ അടുത്തേക്ക് പോകും. നമ്മൾ നോക്കുമ്പോൾ ഇനോസ്കേൻ്റെ കയ്യിൽ കാനോവിൻ്റെ ബ്ലേഡ് ഉണ്ടാവും. ഇത് കണ്ട് ഡോമയും ശരിക്കും സർപ്രൈസ്ഡ് ആവും. ഡോമ ഇനോസ്കേനെ അറ്റാക്ക് ചെയ്യും. ഇനോസ്കെ ആണെങ്കിൽ ഇതെല്ലാം ഡോജ് ചെയ്തിട്ട് ഡോമയ്ക്ക് നല്ലൊരു കിക്കും കൊടുക്കും. എന്നിട്ട് ഇനോസ്കെ ദൂരത്ത് നിന്ന് ഒരു അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്ക് ഭയങ്കര ദൂരത്തായതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് എത്തില്ല എന്ന് ഡോമയ്ക്ക് ഭയങ്കര ഉറപ്പുണ്ടാവും. പക്ഷേ ഡോമയുടെ കണ്ണുകൾ സ്ലൈസ്ഡ് ആവും. കാരണം ഇത് ഇനോസ്കയുടെ ബ്രെത്ത് ഓഫ് ദ ബീസ്റ്റിന്റെ 9th ഫാങ് ആയ ഗോഡ്ലി അൺഡുലേറ്റിംഗ് സ്ലൈസ് ആണ്. ഇതിൽ നമ്മുടെ ഇനോസ്കെ അവൻ്റെ കൈകളെ എല്ലാ ജോയിൻസും ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാർ ഗ്രേറ്റർ റേഞ്ച് കിട്ടും. ഇനോസ്കയുടെ ഒടിഞ്ഞു തൂങ്ങിയ കൈ കണ്ടിട്ട് കാനോ ശരിക്കും ഞെട്ടിപ്പോകും. ഇനോസ്കെ ആണെങ്കിൽ ജസ്റ്റ് മിസ്, ഞാൻ തലയായിരുന്നു നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കൈയെല്ലാം പഴയ പോലെയാകും. ഇനോസ്കയുടെ ഈ അറ്റാക്ക് കണ്ടിട്ട് ഡോമും ശരിക്കും സർപ്രൈസ്ഡ് ആവും. അവൻ പറയും, ആ കൈയൊക്കെ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും വേദിച്ചിട്ടുണ്ടാവില്ലേ, നിന്റെ എൻ്റയർ എക്സിസ്റ്റൻസ് ഭയങ്കര മിസ്റ്റപ്പാണ്. ഞാൻ കുറേ വർഷം ജീവിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരെണ്ണത്തിന് എന്നെ വരെ കണ്ടിട്ടില്ല. ഇത് കേട്ട ഇനോസ്കെ പറയും, അഫ്കോഴ്സ് ഐ ആം ഇനോസ്കെ സാമ. ബാക്കി ആ പൊട്ടമരുന്നിൻ്റെ 7 അലോകത്ത് പോലും എത്തില്ല. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇനോസ്കയുടെ മാസ്ക് വാനിഷ് ആവും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഡോമയുടെ കയ്യിൽ ആ മാസ്ക് ഉണ്ടാവും. മാസ്ക് കണ്ട് ഡോമ പറയും, ഈ ബോറിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് പഴക്കം ചെന്നിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ പൊട്ടക്കണ്ണിലൂടെ നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ശരിക്കും?
ഇനോസ്കയാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നിട്ട് മാസ്ക് തിരിച്ചു തരാൻ പറയും. പക്ഷേ ഇനോസ്കയുടെ മുഖം കണ്ടിട്ട് ഡോമയ്ക്ക് പണ്ട് എപ്പോഴോ കണ്ട പോലെ തോന്നും. എന്നിട്ട് ഡോമ അവൻ്റെ വിരൽ അവൻ്റെ തലയിൽ കുത്തി ഇറക്കിയിട്ട് അവൻ എപ്പോഴാണ് കണ്ടതെന്ന് ഓർക്കാൻ ശ്രമിക്കും. 10-17 വർഷം മുന്നേ ഒരു കുഞ്ഞായിട്ട് അവൻ്റെ അടുത്ത് വന്ന ഒരു പെങ്കൊച്ചിനെ അവൻ ഓർക്കും. അവളുടെ ഭർത്താവ് അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അവൾ എല്ലാ ദിവസവും തല്ലുമായിരുന്നു. അപ്പോൾ അവൾ ആ വീട് വിട്ടിട്ട് ഒളിച്ചോടും. എന്നിട്ട് നേരെ ഡോമയുടെ ഇറ്റേണൽ പാരഡൈസ് ടെമ്പിളിലേക്ക് വരും. അവളുടെ അവസ്ഥ കണ്ടിട്ട് ഡോമയ്ക്ക് പോലും ശരിക്കും സഹതാപം തോന്നും. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു അവളുടെ അവസ്ഥ. ഡോമ അവൾക്ക് ഇറ്റേണൽ പാരഡൈസ് ടെമ്പിളിൽ അഭയം കൊടുക്കും. ആ പെങ്കൊച്ചിനാണെങ്കിൽ ഇനോസ്കയുടെ അതേ ഫേസ് ആയിരുന്നു. അവൾ എന്തായാലും നിന്റെ അമ്മയായിരിക്കും ഇനോസ്കയോട് ഡോമ പറയും. ഇത് കേട്ട ഇനോസ്കെ എനിക്ക് അമ്മയൊന്നുമില്ല, എന്നെ ബോർസാണ് വളർത്തി എന്ന് പറയും. പന്നിയോളൂ, നീ എന്തായാലും മനുഷ്യനല്ലേ, അപ്പൊ നിന്നെ പെറ്റത് എന്തായാലും ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കും എന്ന് ഡോമ പറയും. ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിച്ച് ഇനോസ്കെ ഡോമാനെ അറ്റാക്ക് ചെയ്യും. ഡോമയാണെങ്കിൽ ഇനോസ്കെന്റെ നെഞ്ചത്തിൽ ഒരു എക്സ് രൂപത്തിലൊരു ഡീപ്പ് കട്ട് ചെയ്യും. ഒരു ചെറിയ തെറ്റ് മതി, ജീവൻ പോകും. കാനവ് ശാന്തനാവും പറയും ഇനോസ്കയോട്. ഡോമ അവന്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. നിന്റെ അമ്മ ശരിക്കും സുന്ദരിയായിരുന്നു, അത്രയും സൗന്ദര്യമുള്ള ഒരാളെ കൂടെ വെച്ചാൽ ഭയങ്കര രസമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അത് മാത്രമല്ല അവളുടെ വോയിസും ശരിക്കും സ്വീറ്റായിരുന്നു. അവൾ അവളുടെ കൊച്ചിന് വേണ്ടിയിട്ട് പിങ്കി പ്രോമിസ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടി കൊടുക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. പിങ്കി പ്രോമിസ് പാട്ടിനെ പറ്റി കേട്ടപ്പോൾ ഇനോസ്കയ്ക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അവളെ എനിക്ക് കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിന്റെ അമ്മ കൊട്ടോക മണ്ടേ ആയിരുന്നെങ്കിൽ അവൾ ഭയങ്കര ഷാർപ്പായിരുന്നു. അവൾ ഞാൻ എൻ്റെ വർഷിപ്പേഴ്സിനെല്ലാം കഴിക്കുന്നത് കണ്ടുപിടിച്ചു. എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അവൾ ടെമ്പിൾ വിട്ട് ഓടി രക്ഷപ്പെട്ടു. കൊട്ടോക ഓടുമ്പോഴൊക്കെ ഇനോസ്കയോട് തൻ്റെ അമ്മ ഒരു മണ്ടി ആയതിന് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ ഡയറക്ഷൻ അറിയാതെ കാട്ടിലൂടെ ഓടി ഓടി അവൾക്ക് വഴി തെറ്റിപ്പോകും. അങ്ങനെ അവളൊരു ക്ലിഫിൻ്റെ അടുത്തെത്തും. അവരെ രണ്ടുപേരും ഡോമ എന്തായാലും കൊല്ലുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. ഇനോസ്കയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ക്ലിഫിന്റെ താഴെയുള്ള ലേക്കിലേക്ക് ഇനോസ്കേനെ വലിച്ചെറിയും. താഴെ വീഴുന്ന ഇനോസ്കേനെ നോക്കി നിൽക്കവേ ഡോമ അവളെ കൊല്ലും. ഈ വീഴ്ചയിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ശരിക്കൊരു മണ്ടി തന്നെയാണ് എന്ന് ഡോമ കൊട്ടകനോട് പറയും. പക്ഷെ ഡോമയ്ക്ക് അറിയില്ലായിരുന്നു ആ വീഴുന്ന കൊച്ച് അവന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന്. അവൾ ഞാനൊരു തരി പോലും വിടാതെ കഴിച്ചു. അവൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കാര്യമില്ല, അവളുടെ ഭർത്താവ് അവൾ എന്തായാലും കൊല്ലും. അവൾ ഒറ്റയ്ക്ക് റോട്ടിൽ എവിടെയെങ്കിലും കിടന്ന് ചാവത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾ അത്രയ്ക്ക് പാത്തറ്റിക് ആയിരുന്നു എന്ന് ഡോമ പറയും. അത് മാത്രമല്ല ഡോമ പറയും കൊട്ടോക ശരിക്കും അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അവൾ ശരിക്കും ഒരു പാഴ് ജമ്മായിരുന്നു. ഇതെല്ലാം കേട്ട് ഇനോസ്കയ്ക്ക് ശരിക്കും ദേഷ്യം വരും. എൻ്റെ അമ്മേനെയും കൂട്ടുകാരെയെല്ലാം കൊന്ന ഡീമൻ എൻ്റെ കൺമുന്നിലുണ്ടെന്ന് അവൻ വിചാരിക്കും. ഇനോസ്കെ പറയും എൻ്റെ പാസ്റ്റ് ഓർമ്മപ്പെടുത്തിയതിന് നന്ദി, പക്ഷെ ഞാൻ നിന്റെ തല വെട്ടുക മാത്രമല്ല, ഞാൻ നിനക്ക് നരകം എന്താണെന്ന് കാണിച്ചു തരും. അത് കേട്ടത് ഡോമ പറയും നരകവും സ്വർഗമൊന്നും ഇല്ല, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമാണെന്ന്. അത് കേട്ടത് ഇനോസ്കെ ഹെല്ലില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു ഹെല്ല് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അറ്റാക്ക് ചെയ്യും. ഡോമ ബ്ലഡ് ടെക്നിക്കായ ഫ്രോസൺ ക്ലൗഡ് യൂസ് ചെയ്തിട്ട് അവിടെ ഫുള്ളും ഒരു ഐസ് ക്ലൗഡ് ഫോം ചെയ്യും. അപ്പോൾ ഇനോസ്കെ അവൻ്റെ ബീസ്റ്റ് ബ്രീത്തിങ്ങിൻ്റെ 10th ഫോമായ സർക്കുലർ ഫാങ് യൂസ് ചെയ്തുകൊണ്ട് അവൻ്റെ ബ്ലേഡ് ഒരു പ്രൊപ്പല്ലർ പോലെ കറക്കി ആ ക്ലൗഡ് എല്ലാം അവനിൽ നിന്ന് ദൂരേക്ക് പറ്റും. അതേസമയം കാനോ ഡോമയെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഡോമ ഈസി ആയത് ഡിഫ്ലക്ട് ചെയ്തിട്ട് കാനോവിനെ വെള്ളത്തിലേക്ക് എറിയും. എന്നിട്ട് ഡോമ സീലിംഗിൽ പോയി നിൽക്കും. അത് കണ്ട് താഴേക്ക് വാ, നിനക്കെന്താ പേടിയായോ എന്ന് ഇനോസ്കെ അലറും. ഡോമ പറയും അക്കാസ മരിച്ചു, ഇനി ഇവിടെ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല, ഐ എം സോറി. അതുകൊണ്ട് ഡോമ ക്രിസ്റ്റൽ മീക്കോ ഡോൾസിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡോളിൻ്റെ കൂടെ അവരോട് കളിച്ചോ എന്ന് പറയും. ആ ഡോൾ താഴേക്ക് വന്നതും ബ്ലഡ് ഡീമൺ ടെക്നിക്കായ സ്കാറ്റേർഡ് ലോട്ടസ് യൂസ് ചെയ്യും. ഈ ഡോൾസ് ശരിക്കും ഡോമയുടെ പോലെ തന്നെ പവർഫുൾ ആണ്. ഫൈറ്റിംഗ് ഡോൾസിന് കൊടുത്തുകൊണ്ട് ഡോമ ആ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങും. ഡോൾ ഇനോസ്കേനെ ക്രിസ്റ്റൽ വൈൻ ലോട്ടസ് ടെക്നിക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അത് ഇനോസ്കെ ഡോജ് ചെയ്യും. അപ്പോഴാണ് ഡോമയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇനോസ്കെ തൻ്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്ക് മിക്സായ എയർ ഇതുവരെ ബ്രീത്ത് ചെയ്തിട്ടില്ല എന്ന്. ആ ടൈമിൽ ക്രിസ്റ്റൽ മീക്കോ ഡോൾ വൈറ്റ് ബ്ലിസാർഡ് പ്രിൻസസ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യും. ഈ ടെക്നിക്ക് തൊടുന്ന ഇടമെല്ലാം ഫ്രീസായി പോകും. അതുകൊണ്ട് തന്നെ ഇനോസ്കെ ആ ഫ്രോസൺ ക്ലൗഡിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അത് കാണുമ്പോൾ ഡോമയ്ക്ക് മനസ്സിലാവും ഇനോസ്കയുടെ സെൻസസ് എല്ലാം ഭയങ്കര ഷാർപ്പാണെന്ന്. ഡോമ ഇനോസ്കേനെ പോലത്തെ ഒരു സോഴ്സ്മാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരം കൂടി ആ ഫൈറ്റ് ഒബ്സർവ് ചെയ്യാമെന്ന് തീരുമാനിക്കും. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയാലോ അല്ലെങ്കിൽ അവൻ്റെ ഈ ടെക്നിക്സ് എല്ലാം മനസ്സിലാക്കാലോ എന്ന് അവൻ വിചാരിക്കും. ഡോമ പുതിയൊരു ക്രിസ്റ്റൽ മീക്കോ ഡോളിനെ കൂടി ക്രിയേറ്റ് ചെയ്യും. ആ ഡോൾ വന്നതും ബ്ലഡ് ഡീമൺ ടെക്നിക്കായ വിന്റർ ഐസിക്കിൾസ് യൂസ് ചെയ്യും. ആ ടെക്നിക് കാനോനും ഇനോസ്കയും കംപ്ലീറ്റ്ലി ഡോജ് ചെയ്യാൻ പറ്റിയില്ല. അത് കണ്ടപ്പോൾ ഡോമയ്ക്ക് ഫൈറ്റിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. എന്തായാലും അവൻ്റെ ഡോൾസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുന്ന് പോകാൻ വേണ്ടി ഡോർ തുറക്കും. അപ്പോഴേക്കും പെട്ടെന്ന് ഡോമയുടെ ബോഡി മെൽറ്റ് ആവാൻ തുടങ്ങും. അവൻ്റെ ശക്തിയെല്ലാം കുറഞ്ഞ് അവൻ നിലത്ത് വീഴും. പിന്നെ നമ്മൾ കാണുന്നത് ഷിനോബിന്റെയും കാനോവിന്റെയും ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അപ്പർ മൂൺ 2 എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അവനെ എങ്ങനെ കൊല്ലണം എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഷിനോബ് കാനോവിന് പറഞ്ഞു കൊടുക്കുകയായിരിക്കും. അപ്പർ മൂൺ 2 കൊല്ലാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ താൻ മരിക്കുകയും തന്നെ അപ്പർ മൂൺ 2 കഴിക്കുകയാണെന്ന് ഷിനോബ് പറയും. ഇത് കേട്ടതും കാനോവ് ഞെട്ടിപ്പോകും. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ലേ എന്ന് അവൾ ചോദിക്കും.
അത് പോസിബിൾ അല്ല. അപ്പർ മൂൺ 2 ശരിക്കും സ്ട്രോങ് ആണെന്ന് ഷിനോബ് പറയും. ആൻഡ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അപ്പർ മൂൺ 2വിന് വുമൻസിനെ എയ്ഡ് ചെയ്യുന്നതിനൊരു ഒബ്സഷൻ ഉണ്ട്. സോ എന്നെപ്പോലത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വുമൺ ഹഷീറയെ കണ്ടുവച്ചാൽ അവൻ എന്തായാലും കഴിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് വിസ്റ്റീരിയ പോയിസൺ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. എൻ്റെ സോഡിൽ ഇപ്പോൾ ആകെ 50 മില്ലിമീറ്റർ പോയിസണാണുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു ഡീമൻ എന്നെ കഴിക്കുകയാണെങ്കിൽ ഏകദേശം 37 കിലോഗ്രാം പോയിസൺ ആയിരിക്കും അവർ കൺസ്യൂം ചെയ്യുന്നത്. അതൊരു ലീതൽ ഡോസേജിനെക്കാട്ടി 70 ഇരട്ടി കൂടുതലാണ്. പ്രസന്റിൽ നമ്മൾ കാണുന്നത് ഡോമയുടെ ബോഡി ശരിക്കും മെൽറ്റ് ആവുകയും അവന്റെ റീജനറേറ്റീവ് എബിലിറ്റി സ്റ്റോപ്പ് ആവുകയാണ്. അതുപോലെ തന്നെ ആ ക്രിസ്റ്റൽ ഡോൾസ് എല്ലാം ബ്രേക്ക് ആയി. ഷിനോബിന്റെ പ്ലാൻ നേരത്തെ അറിയാവുന്ന കാനോ ഡോമയുടെ തല വെട്ടാനുള്ള കറക്റ്റ് ടൈം ഇതാണെന്ന് ഇനോസ്കിയോട് പറയും. ഷിനോബിന്റെ ഈ ഗ്രേറ്റ് സാക്രിഫൈസ് ഒരിക്കലും വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാനോ ഡോമനെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഡോമ അവന്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്കിന്റെ ഫൈനൽ ടെക്നിക്കായ ഹോർ ഫ്രോസ്റ്റ് ലില്ലി ബോധിസത്വ യൂസ് ചെയ്യും. ഒരു ജയന്റ് ഐസ് ബുദ്ധ സ്റ്റാച്ചു ഫോം ചെയ്യും. ആ സ്റ്റാച്ചു അവരുടെ അറ്റാക്സ് എല്ലാം നള്ളിഫൈ ചെയ്തുകൊണ്ട് അവരെ ഗ്രൗണ്ടിലേക്ക് സ്മാഷ് ചെയ്യും. അപ്പോൾ കാനോ അവളുടെ ഫൈനൽ ടെക്നിക്ക് യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കും. ഈ ടെക്നിക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഷിനോബ അവളെ വാൺ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതെങ്ങനെ യൂസ് ചെയ്താൽ അവൾ പെർമനന്റ്ലി ബ്ലൈൻഡ് ആയി മാറും. നമ്മുടെ കണ്ണുകൾ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളാണ്. കണ്ണുകളുടെ നെർവ്സ് എല്ലാം എക്സ്ട്രീംലി തിന്നാണ്. സോ അതിലേക്ക് ഹൈ പവറും പ്രഷറും കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകും. പക്ഷെ ഷിനോബ് ചെയ്ത സാക്രിഫൈസ് വെച്ച് നോക്കുമ്പോൾ തന്റെ കണ്ണുകൾ നഷ്ടപ്പെടുന്നത് അത്ര വലിയ സാക്രിഫൈസ് അല്ലെന്ന് അവൾക്ക് തോന്നും. സോ കാനോ അവളുടെ ഫൈനൽ ഫോം യൂസ് ചെയ്യും. ബ്രെത്ത് ഓഫ് ഫ്ലവേഴ്സ് ഫൈനൽ ഫോം സ്കാർലറ്റ് സ്പൈഡർ ലില്ലി ഐസ്. കാനോവിന്റെ കണ്ണുകൾ എക്സ്ട്രീംലി ബ്ലഡി റെഡായി മാറും. കാനോ നോക്കുമ്പോൾ ആ ബുദ്ധ സ്റ്റാച്ചു ഇനോസ്കിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുകയായിരിക്കും. കാനോ ആ ബുദ്ധയുടെ കൈയെല്ലാം വെട്ടിമാറ്റും. നേരെ ഡോമയുടെ അടുത്തേക്ക് പോകും. ബട്ട് കാനോവിന്റെ ബ്ലേഡ് ഡോമയുടെ കഴുത്ത് ഫുള്ളി കട്ട് ചെയ്യുന്നതിന് മുന്നേ ബോധിസത്വയുടെ ബ്രെത്ത് കൊണ്ട് കാനോ ഫ്രീസ് ആയി പോകും. അപ്പോൾ നമ്മുടെ ലോർഡ് ഇനോസ്കി അവന്റെ ബ്രാൻഡ് ന്യൂ ടെക്നിക്ക് യൂസ് ചെയ്യും. സോഡ് ത്രോയിങ് സ്ലൈസ്. ഇനോസ്കി അവന്റെ ബ്ലേഡ്സ് നേരെ കാനോവിന്റെ ബ്ലേഡിലേക്ക് ത്രോ ചെയ്യും. ആൻഡ് ഫൈനലി ഡോമയുടെ തല ദേഹം വിട്ട് അറ്റുമാറും. തൻ്റെ തല വെട്ടിമാറ്റിയെന്ന് ഡോമയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഡോമ വിചാരിക്കും ചിലപ്പോൾ ഞാൻ മരിക്കില്ലായിരിക്കും. മൂസാൻ സാമേനെ പോലെ ചിലപ്പോൾ എൻ്റെ തല റീജനറേറ്റ് ആവുമായിരിക്കും. അക്കാസയ്ക്ക് പോലും അത് പറ്റിയല്ലോ, ചിലപ്പോൾ എൻ്റെയും അതുപോലെ ആവും. പക്ഷേ ഡോമയുടെ ഹെഡ് ആൻഡ് ബോഡി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡോമയ്ക്ക് തൻ്റെ സമയമായെന്ന് അവന് മനസ്സിലാവാൻ തുടങ്ങി. മരണസമയം അവൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. കുട്ടിക്കാലത്ത് അവൻ്റെ അച്ഛൻ അവൻ്റെ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ഫീമെയിൽസിനോട് മോശമായി പെരുമാറുന്നതുകൊണ്ട് അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ കൊല്ലും. എന്നിട്ട് അവൻ്റെ അമ്മയും വിഷം കുടിച്ച് മരിക്കും. പക്ഷെ അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് അവൻ്റെ അമ്മ അവൻ്റെ അച്ഛനെ കൊല്ലുമ്പോൾ പോലും അവനൊരു കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ റൂം വൃത്തികേടാക്കല്ലേ, പുറത്തു പോയി ചെയ്തൂടെ എന്ന് മാത്രമേ അവൻ വിചാരിച്ചുള്ളൂ. സ്വന്തം അമ്മയും അച്ഛനും മരിച്ചതിൽ അവൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. 20-ാം വയസ്സിലാണ് ഡോമ ഒരു ഡീമൻ ആവുന്നത്. അത് കഴിഞ്ഞ് അവൻ 100ഓളം വർഷങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ബട്ട് ഹ്യൂമൻ ഇമോഷൻസ് അവൻ ഒരിക്കലും മനസ്സിലാവുന്നില്ലായിരുന്നു. അത് അവൻ്റെ കണ്ണിൽ കയ്യെത്താ ദൂരത്തുള്ള ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. നെക്സ്റ്റ് പാനലിൽ നമ്മൾ കാണുന്നത് അവരുടെ ആഫ്റ്റർ ലൈഫാണ്. ഷിനോബു ഡോമയുടെ തല കയ്യിൽ വെച്ചിട്ടുണ്ട്. ഷിനോബു ഡോമയോട് പറയും, അങ്ങനെ അവസാനം നീ മരിച്ചു, ഇനി എനിക്ക് സമാധാനം കിട്ടും. ഡോമ ഷിനോബിനോട് പറയും, നീ യൂസ് ചെയ്ത പോയിസൺ ശരിക്കും അമേസിംഗ് ആയിരുന്നു. എൻ്റെ ബോഡിയിലുള്ള പോയിസൺ പോയത് ഞാൻ അറിഞ്ഞുപോലും ഇല്ല. ഷിനോബ് പറയും, ഡീമനായ ടമായോസാന്റെ ഹെൽപ്പ് കൊണ്ട് ഞാൻ ആ പോയിസൺ ഉണ്ടാക്കിയെന്ന്. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ പോയിസൺ കൊണ്ട് നിന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നീ മരിച്ചില്ലേ, അത് മതി. ഷിനോബിനോട് സംസാരിക്കുമ്പോൾ ഡോമയ്ക്ക് തന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഷിനോബ് ഭയങ്കര ക്യൂട്ടാണെന്നും ഇത് പ്രേമമാണോ എന്നും അവൻ ചോദിക്കും. ഷിനോബിനോട് അവന്റെ കൂടെ നരകത്തിലേക്ക് വരുന്നോ എന്ന് അവൻ ചോദിക്കും. അവന് പെട്ടെന്ന് ഇമോഷൻസും ഫീലിങ്സും വരാൻ തുടങ്ങും. സ്വർഗവും നരകമൊക്കെ ഉള്ള പോലെ അവന് തോന്നാൻ തുടങ്ങും. അതിന് ഷിനോബ് അവനെ തെറി പറഞ്ഞ് പെട്ടെന്ന് നരകത്തിലേക്ക് പോകാൻ പറയും. പിന്നെ നമ്മൾ കാണുന്ന പാനൽ റിയൽ ലൈഫിൽ ഇനോസ്കെ ഡോമയുടെ ആഷസ് ചവിട്ടി അരയ്ക്കുന്നതായിരിക്കും. ഇനോസ്കെ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് താഴേക്ക് വീഴും. താഴേക്ക് വീണ ഇനോസ്കയ്ക്ക് ടാഞ്ചറിനോട് അവന്റെ അമ്മയെ പറ്റി സംസാരിച്ചത് ഓർമ്മ വരും. പണ്ട് ടാഞ്ചർ അവനോട് എല്ലാവർക്കും അമ്മമാരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനോസ്കെ പറയുന്നത് അവനമ്മ ഉണ്ടെങ്കിൽ പോലും അവനെ ഉപേക്ഷിച്ചു എന്നാണ്. നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ശരിക്കും പറഞ്ഞൊരു പേര് പോലും തരത്തില്ലായിരുന്നു. നിന്നെ വേർപിരിയാൻ അതിനേതായിട്ടുള്ള കാരണം ഉണ്ടായി കാണും നിന്റെ അമ്മയ്ക്ക് എന്ന് സെനൂട്സ് പറയും. ഇനോസ്കെ പറയും, എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മയില്ല, അപ്പൊ എനിക്ക് അമ്മയില്ല, അത്രേ ഉള്ളൂ. ടാഞ്ചിറോ പറയും, എനിക്ക് 100% ഉറപ്പാണ് നിന്റെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിച്ചു കാണും. പിന്നെ നമ്മൾ കാണുന്നത് ഇനോസ്കയ്ക്ക് അവൻ്റെ അമ്മയുടെ ഓർമ്മ വരുന്നതാണ്. അവൻ്റെ അമ്മയുടെ ഓർമ്മ വരുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങും. അതേസമയം കാനവ് ഷിനോബിന്റെ എയർ ക്ലിപ്പ് തപ്പിക്കൊണ്ട് നടക്കുകയായിരിക്കും. കാനവിന്റെ റൈറ്റ് ഐ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഐ ബ്ലൈൻഡ് ആവാഞ്ഞത് അവളുടെ ഫൈനൽ ഫോം കുറച്ചു നേരം മാത്രമേ യൂസ് ചെയ്തുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. കാനവിന് പെട്ടെന്ന് കാനയുടെ ഫ്യൂണറൽ ഓർമ്മ വരും. അന്ന് ഷിനോബും ബാക്കിയുള്ളവരൊക്കെ ശരിക്കും കരഞ്ഞു. തനിക്ക് മാത്രം കരയാനേ പറ്റുന്നില്ലായിരുന്നു. അവൾക്ക് പൊട്ടിക്കരയാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കരയാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ പറയും, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പറ്റും. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വാല്യൂ കൊടുക്കും. ആൻഡ് ശരിക്കും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് കരയാൻ പറ്റും. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കാനയും ഷിനോബും അവളുടെ തലയിൽ തൊടുന്നത് പോലെ അവൾക്ക് തോന്നും. പക്ഷെ അവൾ നേരെ നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല.
പിന്നെ നമ്മൾ കാണുന്നത് ഷിനോബും കനയും ആഫ്റ്റർ ലൈഫിൽ സന്തോഷമായിരിക്കുന്നതാണ്. അവർ ഫൈനലി അവരുടെ പാരൻസിനെ കണ്ടുമുട്ടും ആൻഡ് അവർ ശരിക്കും ഹാപ്പി ആയിരിക്കും. കാനോ ഫൈനലി അവളുടെ എമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യും. അവൾ പൊട്ടിക്കരയും. നെക്സ്റ്റ് പാനലിൽ നമ്മൾ കാണുന്നത് അക്കാസ അയച്ച് ഫൈറ്റ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് കിടക്കുന്ന ടാഞ്ചിറോ പെട്ടെന്ന് ഫയറിന്റെ സ്മെല്ല് വരുന്നോണ്ട് ഞെട്ടി എണീക്കുന്നതാണ്. ഗിയു അവന്റെ സോഡ് ചൂടാക്കുകയായിരിക്കും തീയിൽ. ഗിയുവിന്റെ ലെഫ്റ്റ് ആം ഇപ്പോഴും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ സോഡ് ചൂടാക്കുന്നത്. ഗിയു നിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നിന്റെ മുറിവും കരിച്ചു കളയാമെന്ന് ടാഞ്ചിറോയോട് പറയും. ടാഞ്ചിറോ അത് കേൾക്കുമ്പോൾ ചെറുതായിട്ടും ഞെട്ടും. അവൻ വേണ്ട, ഇത് ചെറിയ ബ്രൂസസ് മാത്രമാണെന്ന് പറയും. ഗിയു ടാഞ്ചിറോയോട് പറയും, നമ്മുടെ ഫൈറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, മൂസാനാണ് നമ്മുടെ ഫൈനൽ ഗോൾ. പക്ഷെ അതിനു മുന്നേ നമുക്ക് അപ്പർ മൂൺ 2 അപ്പർ മൂൺ 1 തോൽപ്പിക്കണം. അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോഴൊരിക്കൽ അവർക്ക് പെട്ടെന്നൊരു മെസ്സഞ്ചർ ക്രോ വരുന്നതും ഷിനോബു, കാനോ, ഇനോസ്കെ ഈ 3 പേരും കൂടി അപ്പർ മൂൺ 2 കൊന്നു എന്ന് അനൗൺസ് ചെയ്യുന്നതും അത് കേട്ട് എല്ലാവരും സർപ്രൈസ്ഡ് ആവും. അവർ മൂസാന്റെ അടുത്തെത്താൻ തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ നമ്മൾ കാണുന്നത് മിറ്റ്സൂരി ആൻഡ് ഒബണൈ അപ്പർ മൂൺ 4 ഫൈറ്റ് ചെയ്യുന്നതാണ്. ഈ ഫൈറ്റ് ശരിക്കും ത്രില്ലിംഗ് ആണ്. പിന്നെ നമ്മൾ കാണുന്നത് മൊയ്ച്ചിറോനെയും ഗ്യോമേനെയും ആയിരിക്കും. അവർ മൂസാന്റെ ശരിക്കും അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇൻഫിനിറ്റി കാൻസൽ മൊയ്ച്ചിറോനെ ഇടിച്ചു തള്ളി ദൂരെ റൂമിലേക്ക് കൊണ്ടിടും. ആ റൂമിൽ ഓൾറെഡി ഒരു അപ്പർ മൂൺ ഉണ്ടായിരുന്നു. അപ്പർ മൂൺ 1 കോക്കോഷിബോ. മൊയ്ച്ചിറോനെ കാണുമ്പോൾ തന്നെ കോക്കോഷിബോ പറയും, നിന്നെ ഞാൻ എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന്. മൊയ്ച്ചിറോയുടെയും കോക്കോഷിബോയുടെയും ഫുൾ ഫൈറ്റ് മാംഗ എക്സ്പ്ലനേഷൻ ഉടനെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ്. ടിൽ ദെൻ, സൈൻ ഔട്ട്.